ിലോട്ട് പോവാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മളൊരു പുതിയ ഗ്രാമത്തിനെ പറ്റിയാണ് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ക്ലാസിന്റെ സമയത്ത് ജിയാസിജെ വെറുതെ പറഞ്ഞാണ്, എഴുന്നേറ്റ് ഇരിക്കാൻ പറഞ്ഞതാണ്. ക്ലാസിന്റെ സമയത്ത് മീനിങ്സ് എഴുതണത് കണ്ടില്ല എന്നാണെങ്കിൽ ചോദിക്കും. അവരോടായിരിക്കും ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാവുക. സോ പ്രോപ്പർ ആയിട്ട് മീനിങ്സ് എഴുതിയെടുക്കുക. മീനിങ്സ് എഴുതിയെടുക്കാണ്ട് ആരും ഹിന്ദി ക്ലാസ്സിൽ ഇരിക്കാമെന്ന് വിചാരിക്കേണ്ട. ബിക്കോസ് ടെക്സ്റ്റ് ബുക്ക് പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാംസിൽ പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. 7th ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ട് 2 കൊല്ലമായി. അപ്പോൾ എന്താണ്, പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. സോ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് സിമ്പിൾ ആയിരിക്കും, ഈസി ആയിരിക്കും, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. പറ്റില്ല, അത് ഹാർഡായിരിക്കും. അപ്പോൾ ഈ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള, അതിൽ എബവ് ആവറേജ് ആയിട്ടുള്ള ഒരു പേപ്പർ സോൾവ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് തന്നെ വായിക്കണം. ഓരോ ക്ലാസ് കഴിയുമ്പോഴും എടുക്കുന്ന പോർഷൻസ് നിങ്ങൾ വായിച്ചിട്ട് വേണം വരാൻ വേണ്ടി. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിലും തമ്പ് കാണിച്ച്, പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന കാര്യം. വർഷ, ഈ മൊബൈൽ എന്തിനാണ് ക്ലാസ്സിൽ കൊടുത്തേ? ക്ലാസ്സിൽ മൊബൈൽ വേണ്ട. ഓക്കെ, ഡോണ്ട് യൂസ് മൊബൈൽ ഇൻ ദ ക്ലാസ്. 6 തുടങ്ങി 8 വരെയുള്ള സമയത്ത് വേറൊരു എക്സ്ട്രാ മൊബൈൽ ക്ലാസ്സിൽ യൂസ് ചെയ്യരുത്. എല്ലാവരോടും കൂടിയായിട്ട് പറയാണ്. ഓക്കെ, സോ നോ ഫോൺസ് ഡ്യൂറിങ് ദ ക്ലാസ്. അത് അർജന്റ് ആണെങ്കിലും ബ്രേക്കിന്റെ സമയത്ത് ചെയ്യാം. ബ്രേക്കിന്റെ സമയത്ത് 10 മിനിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേറെ ഫോൺ യൂസ് ചെയ്യാം, അപ്പം ആരും ചോദിക്കില്ല. പക്ഷെ ബ്രേക്ക് കഴിഞ്ഞ ആ പോയിന്റിൽ നിങ്ങൾ ഫോൺ വെക്കണം. ഓക്കെ, അസദുള്ള തമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ടീച്ചർ പറയുന്നവരെ കേട്ടിരിക്കുകയാണ് അല്ലേ അസദുള്ള? നൈസ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണെങ്കിലും നമസ്തേ കാണിച്ചേ. എല്ലാവരും റെഡി ആണെങ്കിൽ നമസ്തേ, വലിയൊരു നമസ്തേ, അതായത് ഇങ്ങനെ കുമ്പിട്ടുള്ള നമസ്തേ. ഓക്കെ, അയ്യോ ഈശ കാണിച്ചേണ്ട. ദൈവമേ, ഈ ടീച്ചർ ക്ലാസ് തുടങ്ങണില്ലല്ലോ അല്ലേ? മറ്റേ പ്രാഗണത് പോലെയാണ്. ദൈവമേ, ഈ ടീച്ചർ ചുമ്മാ ഈശ. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തുടങ്ങിയ ചാപ്റ്ററിന്റെ പേര് ഒരാൾ വിളിച്ചു സർ. മീനിങ്സ് ചോദിക്കൂട്ടാ. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിച്ച മീനിങ്സ് ഞാൻ ചോദിക്കൂ. അപ്പൊ യെസ്, ഏഞ്ചൽ. യെസ്, ഏഞ്ചൽ. യെസ്, ഏഞ്ചൽ. ഈ ആവശ്യമില്ലാണ്ട് ഞാൻ ഏഞ്ചലിന് വിളിക്കണതിന് മുമ്പ് ഏഞ്ചലിന്റെ കൈ സ്ക്രീനിലായിരുന്നല്ല. കണ്ടു പിടിച്ചു. ടീച്ചർ നോണ പറയണെന്ന് കണ്ട, അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണേ. ഇപ്പൊ കേൾക്കണ്ടോ? ഏഞ്ചലിന്റെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഭയങ്കര കുറവാണ് കാണിക്കുന്നത്. ഏഞ്ചൽ നെറ്റ്വർക്ക് കൂടുതൽ കിട്ടുന്ന സ്ഥലത്തൊന്നും ഇരിക്കുവോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഏഞ്ചൽ. യെസ്, അടുത്തുള്ള വിളിച്ചു സർ. ഏഞ്ചലെ വിളിക്കാട്ടോ, പേടിക്കണ്ട. യെസ്, വിളിച്ചോളൂ സർ. ഫെലിക്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്ററിന്റെ പേരൊന്ന് പറഞ്ഞേ ഫെലിക്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ഇന്ത്യയുടെ മാപ്പൊക്കെ വരച്ച് കളിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ അത് കാണിച്ച് ഇന്ത്യയുടെ മാപ്പ് സർ ആയിരുന്നില്ലേ ക്ലാസ്സിൽ? അപ്പൊ നമ്മൾ ദോശമാവ് കണ്ടു, നമ്മൾ ചപ്പാത്തി കണ്ടു അല്ലേ, നമ്മൾ ലിപ്സ്റ്റിക്ക് കണ്ടു, നമ്മൾ സ്പൂണ് കണ്ടു, വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നില്ലേ അന്ന് ക്ലാസ്സിൽ? കാക്ക, പിന്നെ മറ്റേ ഏഞ്ചൽസ് നിൽക്കൂലേ പള്ളിയിൽ, അതുപോലത്തെ ഇന്ത്യൻ മാപ്പ് കണ്ടതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നല്ലൊരു രാജ്യം ചെയ്ത് നമ്മൾ ഇന്ത്യൻ മാപ്പ് വരച്ചു അല്ലേ? യെസ്, നമ്മൾ കണ്ടു. അതിൽ ചെറിയൊരു കേരളവും നമ്മൾ മാപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് ഫെലിക്സ് പറഞ്ഞേ, ഏത് ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്? ഫെലിക്സ് പറഞ്ഞോളൂ. അത് കഴിഞ്ഞല്ല, അത് കൊള്ളാം, അത് തീർന്നു കുട്ടാ. ആദ്യം അമ്മ വന്ന് കുത്തണുണ്ട്. അടുത്ത ചേച്ചിയാണോ? അയ്യോ ദൈവമേ, സോറി, ഞാൻ മനഃപൂർവ്വം അമ്മയാണെന്ന് പറഞ്ഞതല്ല, പകുതി ഭാഗമേ കണ്ടുള്ളൂ. ഓക്കെ, യെസ് ഫെലിക്സേ, 2ാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ചെറുതായിട്ട് ഒരു ലൈൻ എടുത്തുള്ളൂ. ആ 2ാമത്തെ ചാപ്റ്ററിന്റെ പേരൊന്ന് വായിക്കോ ഫെലിക്സ്. അകല, അവൽ. ഓക്കെ, നോ പ്രോബ്ലം. സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ
ഇങ്ങനെ ഒന്ന് കാണിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ ആ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. യെസ്, നമ്മൾ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ അവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് പറയും? അവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കുന്ന അവലാണെന്ന് വിചാരിക്കരുത്, അതല്ല. എന്താണ് അവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അടുത്തൊരാൾ വിളിച്ചേ സർ. ഹൈറ. ഹൈറ കുട്ടി, എന്താണ് ഹൈറ ഈ അവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ, കമോൺ. കറക്റ്റ് ആളെ തന്നെ പിടിച്ചല്ലേ? ഗുഡ്. യെസ്, ഹൈറ ശ്രദ്ധിക്കാട്ടാ. ഓക്കെ, യെസ്. അപ്പൊ അടുത്തൊരാളെ വിളിച്ചോളൂ സർ. ആനും അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഉറപ്പാണോ? ഉണ്ടായിരുന്നു നീ? ആൻ you were there, okay. Appo and tell me, what is the meaning of awwal? Yes, very good. സാഫ് സഫായി മേ അവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ്. എന്താണ് ഗാവ് എന്ന് പറഞ്ഞാൽ? ആര് പറയും? എന്താണ് ഗാവ്? യെസ്, അടുത്തൊരാൾ വിളിച്ചത്. ഗാവ് എന്ന് അറിയുന്നവർ നല്ലൊരു രാച്ച അടിക്കുക. യെസ്, നോക്കട്ടെ, ഏറ്റവും അടിപൊളിയായിട്ട് എക്സസൈസ് രാച്ച കാണിക്കുന്ന ആളെ വിളിച്ചോളൂ സർ. ബിലാൽ. ബിലാലിനെ സെലക്ട് ചെയ്തു നമ്മള്. ബിലാൽ കുട്ടാ ഒന്ന് പറഞ്ഞേ, ഗാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലാലിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാലേ? വില്ലേജ്, വെരി നൈസ്. ബിലാലാണ് സർ. മറ്റേ നീയല്ലേ മറ്റേ ഇന്ത്യൻ മാപ്പ് ഔട്ട്ലൈൻ വെച്ച് വരച്ചു കൊണ്ടുവന്ന് കണ്ട? അത് തന്നെ, എനിക്ക് ആളെ കിട്ടി. അതിനാണ് എങ്ങനെയാണെന്ന് പറയാ, ബാക്ക്ഗ്രൗണ്ട് വെച്ച് കണ്ടുപിടിച്ചതാണത്. സൂപ്പർ ബിലാലെ, നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ ബിലാല് പറഞ്ഞ പോലെ ഗാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലേജ് എന്നാണ് അർത്ഥം. ഇനി അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് സാഫ് സഫായി? അതാണ് ഇമ്പോർട്ടന്റ്. ആരാണ് സാഫ് സഫായി? എന്താണ് സാഫ് സഫായി എന്ന് പറഞ്ഞാൽ ആര് പറയും? യെസ്, ഇനി കാണിക്കേണ്ട സാധനം ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ ഡാറ്റ കാണിക്കാം. വെരി നൈസ്. ഒരാൾ വിളിച്ച സർ. ഏറ്റവും നല്ലോണം ബിലാലെ ഇതിങ്ങനെയാണ് കാണിക്കാൻ പറഞ്ഞത് ഡാറ്റ ദിസ് ടൈം. ഓക്കെ, യെസ്. അത് ഡാൻസ് ആണ് ഐലിൻ. അതെന്താണ് അത് അങ്ങനെ ഒരു ഡാൻസ്? ഐലിൻ കാണിക്കാം. ഹോ ഓഹോയ് ഓഹോയ്. ഐലിൻ, യെസ്, ഐലിനെ വിളിച്ചു. ഐലിനല്ലേ സാർ അത്? ഐലിൻ കുട്ടാ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. യെസ്, അങ്ങനെ പറയരുത്. ഐലിൻ ഒന്ന് പതുക്കെ സ്നേഹത്തോടെ അൺമ്യൂട്ട് ഓപ്ഷനിൽ പതുക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ ഓപ്ഷൻ കൊടുത്തേ സർ, ഒന്നും കൂടെ. യെസ്, പതുക്കെ സ്നേഹത്തോടെ. ഓ പാവൻ ടീച്ചർ എന്നെ വിളിച്ചു എന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഓ ടീച്ചർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കുത്തിയാൽ അത് ഓൺ ആവില്ല. സ്നേഹത്തോടെ ചെയ്യണം. ഓ വരണില്ലേ? വരണേയില്ല. ഓക്കെ, എന്നോടുള്ള സ്നേഹം പോരാ. ഓക്കെ, ഇതാരാണത്? ഇതെന്താണിത്? ഗോൾ അടിക്കുമ്പോ അവിടെ ചെയ്യുന്ന ഡാൻസ് ആണല്ലോ ഇത്. കൊള്ളാം കൊള്ളാം. എന്താ സർ പേര്? ആരാധ്യ. ആരാധ്യ കുട്ടി, ഹലോ. ആരാധ്യ പറഞ്ഞോളൂ, എന്താണ് ഈ സാഫ് സഫായി എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധ്യ? യെസ്, ക്ലെൻലിനെസ്. ഓക്കെ, വെരി ഗുഡ്. ക്ലീൻനെസ് അല്ല, ക്ലെൻലിനെസ്സിനെയാണ് നമ്മൾ സാഫ് സഫായി എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തിയാക്കൽ അല്ലെങ്കിൽ വൃത്തിയുള്ളതിന് ഏറ്റവും ആദ്യത്തെ ഗ്രാമത്തിനെ പറ്റിയാണ് നമ്മുടെ ചാപ്റ്റർ. പഠിക്കാൻ റെഡിയാണെങ്കിൽ 2 തമ്പ് ഒന്ന് തലയിൽ വെച്ച് എന്നിട്ട് ഒന്ന് ഇങ്ങനെ കാണിച്ച് കുത്താൻ പറഞ്ഞ പോലെ കാണിച്ച് കമോൺ കമോൺ. എന്താണ് ഭദ്ര ആൻഡ് രുദ്രയ്ക്ക് ഇത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതോ എന്നോട് ദേഷ്യമുണ്ടോ? ഭദ്ര ആൻഡ് രുദ്ര എന്നാ കാണിക്കൂ. തലയിൽ കൊമ്പ് വെക്കുക, കുത്തുക. യെസ്, കുത്തു കുത്തു, 2 കുത്തു കുത്തു. കുത്തു. ഇവര് സെയിം കാണിക്കണല്ലേ? നൈസ്. ഈ ടീച്ചറിനെ കൊണ്ട് വല്ലാത്ത ഉപദ്രവമായല്ലേ? ഓക്കെ, എനിക്ക് ടാറ്റ ഇഷ്ടമല്ല ഭദ്ര രുദ്ര, അതാണ്. ഓക്കെ, എല്ലാരും ടാറ്റയല്ലേ കാണിക്കണേ അല്ലേ? ഇഷ ഫാത്തിമ ബല്ലേ ബല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. അപ്പൊ അന്ന് കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ് ഈ 2 കുട്ടികൾക്ക് പേര് കൊടുക്കുക എന്നുള്ളത്. ഈ കുട്ടിയുടെ പേര് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടിക്ക് ഇവിടെ ഓൾറെഡി ഒരു പേരുണ്ട്. ഈ കുട്ടിയുടെ പേരാണ് ന്യൂട്ടു. ക്ലിയർ ആണോ? ഓക്കെ, ന്യൂട്ടു. ഈ കുട്ടിക്ക് പേര് കൊടുക്കണ്ട. അപ്പുറത്തെ 2 കുട്ടികൾക്ക് നമ്മളൊരു മിസോറാം അല്ല മേഘാലയൻ പേര് കൊടുക്കണം. ഒരു മേഘാലയൻ പേര് ഒരാൾ സജസ്റ്റ് ചെയ്ത്. പെൺകുട്ടിക്ക് ഒരു മേഘാലയൻ പേര് പറഞ്ഞേ. അതായത് മേഘാലയൻ പേരാകണം. ആര് പറയും? അങ്ങനെ ആരെങ്കിലും പേരിട്ടിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ പേരിട്ടിരുന്നോ?
യെസ്. ദൃശ്യ. ദൃശ്യക്കുട്ടി, എന്താണ് ദൃശ്യ ഉദ്ദേശിക്കുന്ന ഒരു പേര് ആ പെൺകുട്ടിക്ക്? അത് അത് മേഘാലയയിലുള്ള ഒരു പെൺകുട്ടിയാണ്. മേഘാലയൻ ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾക്കായിട്ട് വന്ന ഒരു പെൺകുട്ടി. അപ്പോ ആ പെൺകുട്ടിക്ക് ഒരു പേര് കൊടുത്തേ. അഞ്ജലിയാ? ഇതെന്ത് മലയാളിയല്ല കുട്ടി. ആ കുട്ടി അങ്ങ് ദൂരെ മേഘാലയത്തിൽ നിന്നാ വരണത്. മേഖലി. അത് കൊള്ളാം അല്ലേ? മേഖലി കൊള്ളാം. മേഖലി നിട്ടാലോ? ദൃശ്യേ അഞ്ജലി വേണ്ട, നമുക്ക് മേഖലി നിടാം. ഓക്കെ, നൈസ്. നമുക്ക് മേഖലി നിടാം. മേഖലി. അപ്പൊ ഇവനാരാണ്? മേഖല. കൊള്ളാം. സാറ് പറഞ്ഞു ഈ ചെക്കന്റെ പേര് നമുക്ക് ഹിമാൻഷി നിടാന്ന്. നല്ല പേരല്ലേ ഹിമാൻഷി? സാറല്ലേട്ടോ, വേറെ ആരോട് പറഞ്ഞത്, ടെൻഷൻ ആവണ്ട. ഗിൽഷ. മകളിയാ? മംഗോളി. മോമോ. മല്ലീസ്. മല്ലിയ. ഹിമാൻചി. ഹിമാൻചി എന്നാണ് പേര്. 2 പേരുണ്ട്, മേഖലി ആൻഡ് ഹിമാൻചി. ഓക്കെ, ഡോലു. 2 ഡോലുവാ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ വൃത്തിയുള്ള ഗ്രാമത്തിനെ പറ്റിയുള്ള ചാപ്റ്റർ ആണ്. അതായത് ഏഷ്യയിൽ തന്നെ ശ്രദ്ധിക്കാട്ടാ. ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റ് അറിയാമെങ്കിലും തല റൊട്ടേറ്റ് ചെയ്തേ. ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റ് അറിയാമെങ്കിലും തല റൊട്ടേറ്റ് ചെയ്തേ. എത്രാമത്തെ കോണ്ടിനെന്റ് ആണ് ഏഷ്യ? ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ എത്രാമത്തെ കോണ്ടിനെന്റ് ആണ് ഏഷ്യ? എല്ലാവരും ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. എത്രാമത്തെ കോണ്ടിനെന്റ് ആണ് ഏഷ്യ എന്ന് പറയുന്നത്? യെസ്, ഫസ്റ്റത്തെ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ് ഏഷ്യ. അപ്പോൾ ഏഷ്യയിൽ, അതായത് അത്രയും വലിയൊരു കോണ്ടിനെന്റിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഓരോ രാജ്യത്തിലും ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഏഷ്യ എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റിലെ ഏറ്റവും വൃത്തിയായിട്ടുള്ള ഒരു ഗ്രാമമുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് ആ ഗ്രാമം ഉള്ളത്? ഏത് സ്റ്റേറ്റിലാണ്? യെസ്, അടുത്ത ആളെ വിളിച്ച് അറിയുന്നവർ നല്ലൊരു രാജ്യം കാണിച്ച്. കമോൺ. അതായത് നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഇന്ന സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ കേരള എന്ന് പറയുന്ന പോലെ ഏത് സ്ഥലത്താണ് ആ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്? യെസ്, അടുത്ത ആളെ വിളിച്ച്. സർ, ദേവിക് ദേവ്. ഏത് ഗ്രാമത്തിലാണ്, ഏത് സ്റ്റേറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്? കമോൺ ദേവിക്. അറിഞ്ഞൂടന്നാ? യെസ്, ദേവിക് ദേവെ പറയൂ, ഏത് ഗ്രാമത്തിലാണ് ആ സ്ഥലം? അല്ലെങ്കിൽ ഏത്? ദേവിക് ദേവെ പതുക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. അറിയാണ്ട് ചാറ്റ് കാണിച്ചതാണ്, അവൻ പെട്ടുപോയി അല്ലെ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ, കൊള്ളാം. അടുത്ത ആളെ വിളിച്ച സർ. ഇനി ആരെ വിളിക്കും? ഒന്നുകൂടെ ചാറ്റ് കാണിക്കും. അറിയുന്നവരൊക്കെ ഒന്ന് ചാറ്റ് കാണിക്കും. ചാറ്റ്. സർ, നമുക്ക് ഇവിടെ നിന്ന് ശിവഗംഗനെ വിളിക്കാം. വയ്യാണ്ടിരിക്കുന്ന ശിവഗംഗ. യെസ്, അതെ, എനിക്കൊരു കൂട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശിവഗംഗനെ വിളിക്കുന്നത്. ശിവഗംകുട്ടി, ഏത് സ്ഥലത്തെയാണ് ആ ഗ്രാമം? മേഘാലയ. വെരി ഗുഡ്. മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഗ്രാമം ഉള്ളത്. ഗ്രാമം ഏതാണ് നമുക്ക് ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണെങ്കിൽ ഒരു രാജ്യം കാണിച്ച്, ചെറിയൊരു രാജ്യം കാണിച്ച്. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ദൈവത്തിന്റെ സ്വന്തം തോട്ടം. അപ്പൊ ദൈവത്തിന്റെ തോട്ടം അത്രയും ഭംഗിയും അത്രയും വൃത്തിയുള്ളൊരു സ്ഥലമായിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം തോട്ടം എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇനി ശ്രദ്ധിക്കാം, നമ്മൾ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാനുള്ളത്, ദിസ് ഇന്ത്യൻ വില്ലേജ് ഇസ് ദ ക്ലീനസ്റ്റ് ഇൻ ഏഷ്യ. ഞാൻ പറഞ്ഞു ഏഷ്യയിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള ടോപ്പ് ഫസ്റ്റിൽ നിൽക്കുന്ന ഗ്രാമമാണ് നമ്മുടെ ഈ ഗ്രാമം. ഗ്രാമത്തിനൊരു പേരുണ്ട്, മേഘാലയ എന്ന് നമ്മൾ പഠിക്കണം. ആ ഗ്രാമത്തിന്റെ പേരും നമ്മൾ പഠിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണെങ്കിലും നമസ്തേ കാണിച്ച്. കമോൺ. യെസ്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, അപ്പൊ ഇവിടെ നോക്കിയത് ഞാൻ പറഞ്ഞു, ഇത് അവിടുത്തെ ഗ്രാമത്തിന്റെ ഒരു ഫോട്ടോ ആണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഭംഗിയാണെങ്കിൽ ഒന്ന് സൂപ്പർ എന്ന് കാണിച്ച. ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള ഗ്രാമമാണെങ്കിൽ ഒന്ന് സൂപ്പർ എന്ന് കാണിച്ച്. യെസ് അല്ലേ? യെസ്, ഇഷ ഫാത്തിമ കാണിക്കുന്ന പോലെ നല്ല സൂപ്പറാണ് അല്ലേ? യെസ്, നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഗ്രാമമാണ്. ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ തുടങ്ങാം. ഓക്കെ, അപ്പൊ യെസ്, മേഘാലയ എന്നുള്ള കാര്യം പഠിക്കണം. മേഘാലയത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള നമ്മുടെ ചാപ്റ്ററിലോട്ട് നമ്മൾ വരികയാണ്. സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് സഫായി എന്ന് പറഞ്ഞാൽ ക്ലെൻലിനെസ് ആണെന്ന് നമ്മൾ പഠിച്ചു. വൃത്തി എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നാണ് അർത്ഥം. ഗാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലേജ്.
അപ്പൊ നമ്മൾ ഇനി അത് എഴുതിയിരിക്കുന്ന ആളുടെ പേര് നോക്കി, ഗാലിബ് കലിം. ഗാലിബ് കലിം എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് അത്, ഗാലിബ് കലീം എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതില് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് നോക്കിയേ. आइए जाने एशिया के सबसे स्वच्छ गांव के बारे में. ന്യൂട്ടു വിളിക്കുകയാണ്, വായോ നമുക്ക് പഠിക്കാം. ആയിയെ ജാനെ, വായോ ലെറ്റ്സ് സ്റ്റഡി. എന്ത് പഠിക്കാമെന്ന്? ഏഷ്യാക്ക്, ഏഷ്യയിൽ തന്നെ സബ്സെ സ്വച്ഛ് ഗാവ് കെ ബാരെ മേ, ഏറ്റവും വൃത്തിയുള്ള ഗ്രാമത്തിനെ പറ്റി വായോ നമുക്ക് പഠിക്കാം എന്ന് നമ്മൾ പറയാണ്. അപ്പൊ നമുക്ക് പഠിയാമെന്ന്, സോറി മൂക്കടഞ്ഞിട്ടാണ്, സോറി. അപ്പൊ നമുക്ക് പഠിക്കാം. റെഡി ആണെങ്കിൽ റെഡി എന്നൊന്ന് കാണിച്ച്, രണ്ട് കൈയും സ്ക്രീനിൽ കാണിച്ച് നല്ലൊരു ഡാറ്റ കാണിച്ച്. യെസ്, രണ്ട് കൈയും സ്ക്രീനിൽ ഒളിപ്പിക്കുക, നല്ലൊരു ഡാറ്റ കാണിക്കാം. ഇനി കൈ ഒന്ന് ക്ലോസ് ഓപ്പൺ ചെയ്ത്, കുറച്ച് എഴുതാനുണ്ട്, കുറച്ച് മീനിങ്സ് നമുക്ക് ഉണ്ടാകും. ക്ലോസ് ഓപ്പൺ. വർഷ, എന്താണ് വർഷേ? ഞാൻ ഫോൺ എടുത്ത് വെക്കാൻ പറഞ്ഞത് വിഷമായോ? വിഷമായെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഫോൺ എടുക്കണ്ട ക്ലാസ്സിൽ. ഓക്കെ കുട്ടാ, ഫോൺ എടുക്കരുത് കേട്ടോ വർഷ, ഇനി ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഐ ട്രസ്റ്റ് യു, ഇനി ചെയ്യരുത്. ഓക്കെ, ഗുഡ്, ഇനി ചെയ്യൂല. ഗുഡ്, ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നോക്കിയേ, സാഫ് സഫായി എന്ന് പറഞ്ഞാൽ നോക്കിയേ ശുചിത്വം. ശുചിത്വത്തില് ആദ്യം വരുന്ന ഗ്രാമത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാടി ഓടി എഴുതരുത്. കഥ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടി. ഈ ഒരു പോയിന്റിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും. ഈ 3 ലൈനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം ഈ 3 ലൈൻ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. എഴുതരുത്. കൈ ഇങ്ങനെ പിടിച്ച, എല്ലാരും ഇങ്ങനെ പിടിച്ചിരുന്നേ. ഇപ്പൊ ആരും എഴുതല്ലേ, ഇങ്ങനെ പിടിച്ചിരുന്നേ കൈ. കമോൺ, ഇപ്പൊ ആരും എഴുതരുത്. ചീറ്റിംഗ് ആണേ കാർത്തിക. യെസ്, ഇങ്ങനെ പിടിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ. ഏഷ്യ കാ സബ്സെ സാഫ് സുത്ര ഗാവ് മാവലിനോങ് മേഘാലയ മേ ഹെ. ഏഷ്യ കാ എന്ന് പറഞ്ഞാല് ഏഷ്യയിൽ തന്നെ, സബ്സെ സാഫ് സൂത്ര എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള, സബ്സെ സാഫ് സൂത്ര. ഗാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമം. എവിടെയാണ്? എന്താണ് ഗ്രാമത്തിന്റെ പേര്? മറക്കരുത്, മാവലിനോങ് എന്നാണ് ഗ്രാമത്തിന്റെ പേര്. ക്ലിയർ ആണോ? മാവലിനോങ് എന്നാണ് ഗ്രാമത്തിന്റെ പേര്. ഒന്ന് വരച്ചു വെച്ചല്ല, എല്ലാരും ഒന്ന് സർക്കിൾ ചെയ്ത് വെച്ച ആ പേര് മറക്കരുത്, മാവലിനോങ്. ഓക്കെ, അപ്പൊ ഏഷ്യ കാ സബ്സെ സാഫ് സൂത്ര ഗാവ് മാവലിനോങ് മേഘാലയ മേ ഹെ. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശുചിത്വം നിറഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് വൃത്തിയായുള്ള ഒരു ഗ്രാമം പേരെന്താണ്? മാവലിനോങ് എന്നാണ് പേര്. അതെവിടെയാണുള്ളത്? മേഘാലയയിലാണുള്ളത് എന്നാണ് ഏറ്റവും ആദ്യം പറയുന്നത്. എന്താണ് സർ പ്രശ്നം? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിലും തലാട്ടിക്ക് പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ, ഗ്രാമത്തിന്റെ പേര് ക്ലിയർ അല്ല എന്നാണെങ്കിലും ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. അല്ല, ഒന്ന് ടാറ്റ അടിച്ചാൽ മതി. ഗ്രാമത്തിന്റെ പേര് ടീച്ചർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരോ? ഗ്രാമത്തിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞുതരണം. യെസ്, ശ്രദ്ധിക്ക. മാവലിനോങ്, മാവലിനോങ്, മാവലിനോങ്. ഓക്കെ, മാവലിനോങ്. ഞാനിത് എഴുതി കാണിച്ചു തരാം. എഴുതണേന്റെ രീതി, നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഞാനിവിടെ സൈഡിൽ എഴുതാം. മാ വ ലി, ഇത്രയും വരെ അതിൽ കിട്ടും. ഇനി എന്താണ്? നമ്മൾ 2 നായാണ് ഈ മാത്ര, 2 നാ ചേർക്ക, നോ ഇട ഗ. മാവലിനോങ്. ക്ലിയർ ആണോ? മാവലിനോങ്. ഒന്നും കൂടെ എഴുതാം. മാ യെസ്, മാവലിനോങ്. എല്ലാവരും ഒന്ന് എഴുതിക്കേ. എല്ലാവരും ഒന്ന് സൈഡിൽ എഴുതി വെച്ച്. ഇങ്ങനെയാണ് അതിന്റെ കറക്റ്റ് റൈറ്റിംഗ് വരുന്നത്. ഇങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അസർ വിളിച്ചോളൂ. യെസ്, യെസ്. നോറ, എന്താണ് നോറ ഗ്രാമത്തിന്റെ പേരൊന്ന് പറയോ? വെരി നൈസ്. മാവലിനോങ് എന്നാണ് ഗ്രാമത്തിന്റെ പേര്. സർ അതിന് അവനെ വിളിച്ചോളൂ. യെസ്. അബിൻ, എന്താണ് അബിന് ഗ്രാമത്തിന്റെ പേര്? പോരട്ടെ, എന്താണ് ഗ്രാമത്തിന്റെ പേര്? അതാണോ ഗ്രാമത്തിന്റെ പേര്? മാവലിനോങ്. ഗുഡ്. എവിടെയാണ് മാവലിനോങ് ഉള്ളത്?
ഇന്ത്യയിലാണോ ചൈനയിലാണോ? ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയാണ്? മേഘാലയയിലാണോ മിസോറാമിലാണോ? മേഘാലയ. ഓക്കെ. നീ ഭയങ്കരമായിട്ട് സ്റ്റിക്കേഴ്സ് അയക്കണ്ടല്ല, നല്ല സ്റ്റിക്കേഴ്സ് ഇനി അയക്കരുത് കേട്ടാ. മൈൻഡ് ബ്ലോക്ക്, മൈൻഡ് ബ്ലോക്ക്, ബ്ലോയിങ്. ഓ എന്നെയാണോ? അങ്ങനെ അയച്ചോ, കുഴപ്പമൊന്നുമില്ലല്ലോ സാർ. പക്ഷെ ക്ലാസ്സിൻ്റെ ഇടയിൽ അയക്കരുത് കേട്ടോ അഭിന്. ഓക്കെ അഭിൻ, അതെന്നെയാണോ ഉദ്ദേശിച്ചത്? ആദ്യം അയച്ച സ്റ്റിക്കർ ഞാനാണോ? രണ്ടാമത് അയച്ചൊരു സ്റ്റിക്കറിൽ എടാ കൊള്ളാടാ. ഓക്കെ അഭിനെ, ക്ലാസ് എടുക്കുമ്പോൾ അയക്കരുത്. ഓക്കെ ഓക്കെ കൂട്ടാ. അല്ലാണ്ട് ക്ലാസ്സിൽ നമ്മളിങ്ങനെ സംസാരിക്കൂലേ, അപ്പൊക്കെ നീ അയച്ചോ, പക്ഷെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അയക്കരുത്. ഓക്കെ കൂട്ടാ, ഡീലല്ലേ? യെസ്, വെരി നൈസ്. പക്ഷെ ആൻസേഴ്സ് പറഞ്ഞ കാരണം ഞാൻ കൂടുതൽ പിണങ്ങണില്ല. ആൻസേഴ്സ് കടകടാന്ന് പറഞ്ഞ കാരണം ഐ കാൺ സേ എനിത്തിങ്. ഓക്കെ യെസ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഏഷ്യ കാ സബ്സെ സാഫ് സൂത്ര ഗാവ്, ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ഗ്രാമമായ മാവ്ലിനോങ് എവിടെയാണുള്ളത്? മേഘാലയ മേഹെ, മേഘാലയയിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. അത് സിമ്പിൾ ആണ്. ഇനി നോക്കിയേ, साल 2003 में इस गांव को एशिया का सबसे साफ सुथरा गांव के तौर पर चुना गया. साल 2003 എന്ന് പറഞ്ഞാൽ 2003. സാൽ 2003 എന്ന് പറഞ്ഞാൽ 2003 എന്താണ്? ഇസ് ഗാംഗോ, ഈ ഗ്രാമത്തിന് എന്ത് ചെയ്തു? ഏഷ്യാക്ക, ഏഷ്യയിൽ തന്നെ എന്താണ്? സബ്സെ സാഫ് സൂത്ര, ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള എന്താണ്? ഗ്രാമമായിട്ട് അതിനെ സെലക്ട് ചെയ്തു. ചുനാഗ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ ദിയ? സർ ഈ തേർഡ് റോ മൂന്നാമത്തെ ആളെ വിളിച്ച്. രണ്ടുപേരുണ്ടോ ക്ലാസ്സില്? രണ്ടുപേരും ക്ലാസ് കാണാനുണ്ടോ? ഉണ്ട്. ദിയ ക്ലാസ് മര്യാദയ്ക്ക് കാണുന്നില്ലല്ലോ. ആരാണ് ദിയ ഇതില്? ദിയക്കുട്ടി, മറ്റേ ആൾ എഴുതുന്നുണ്ട്, ദിയ ഒന്നും എഴുതണില്ല. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് ദിയെ? ഓക്കെ ഓക്കെ. പരമാവധി ബെഡിലാണോ ഇരിക്കുന്നത് രണ്ടുപേരും? ബെഡിലിരിക്കരുത്. ഇതെന്താണ്? അതാണ്, ബെഡിലിരിക്കല്ലേ രണ്ടുപേരും. ഒരു ചെയർ ടേബിളിൽ പോയിരിക്കുക. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ടൊരു സ്ഥലത്ത് ഫോണിന് വെക്കാൻ പറ്റും. ഒരു സ്ഥലം അങ്ങനെ കണ്ടുപിടിക്കോ രണ്ടുപേരും? ഇപ്പൊ വേണ്ട, അന്ന് ഇപ്പൊ ഓടിക്കോ, ഓടിപ്പോയിക്കോ. റൺ. യെസ്. അപ്പോ എന്താണ്? ഏത് വർഷത്തിലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ഗ്രാമമായിട്ട്, ബെസ്റ്റ് വൃത്തിയുള്ള ഗ്രാമമായിട്ട് സെലക്ട് ചെയ്ത്? യെസ്, അടുത്ത ആൾ വിളിച്ചു സർ. അമ്മയ, ഏത് വർഷത്തിലാണ് അമ്മയ സെലക്ട് ചെയ്തത്? 2003. ഗുഡ്. അപ്പൊ 2003 ഈ ഗ്രാമത്തിനെ ഏറ്റവും ബെസ്റ്റ് ഗ്രാമമായിട്ട് സെലക്ട് ചെയ്തത്. ആദ്യത്തെ 3 ലൈൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരും. ആദ്യത്തെ പഠിച്ച 3 ലൈൻ പക്കാ ക്ലിയർ ആണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം പേരെന്താണ്? മാവ്ലിനോങ് ആണ്. എവിടെയാണുള്ളത്? മേഘാലയയിലാണുള്ളത്. 2003 ഈ ഗ്രാമത്തിന് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത്. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അതിലും ആ സ്ഥലത്തിന്റെ പേര്, മാവ്ലിനോങ് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിന്റെ പേര് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേര് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാവ്ലിനോങ് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ പേര്. ഓക്കെ. യെസ്, ഓക്കെ. ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ലേ? ഓക്കെ, എല്ലാവരും ഇരുന്നോട്ടാ, എല്ലാവരും ഇരുന്നോ. മനസ്സിലായെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സ്ക്രീനിൽ കാണിച്ച്. ആദ്യം എടുത്ത 3 പോർഷൻസ് മനസ്സിലായെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സ്ക്രീനിൽ കാണിച്ച്. യെസ്, വെരി നൈസ്. യെസ് മിസ്സേ, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? ഇനി എന്താണ് മലയാളത്തിൽ മീനിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഇംഗ്ലീഷിലല്ലോ പറയണേ സർ, ഒന്ന് വിളിക്കുമോ ബെനീറ്റാനെ? യെസ്, ബെനീറ്റ കുട്ടി, എന്താണ് ബുദ്ധിമുട്ട് ബെനീറ്റ? ഞാൻ ഇംഗ്ലീഷിലാണല്ലോ പറയുന്നത്. അത്
മാവലിനോങ് അല്ലേ? ലാസ്റ്റ് വെയിറ്റ് ചെയ്യൂ ബെനീറ്റ. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ബ്രേക്ക് കഴിഞ്ഞിട്ട് എഴുതി തരാം. ഓക്കെ, ഇതിപ്പോ വായിക്കാൻ പറ്റില്ലേ മാവലിനോങ് എന്ന്? അപ്പൊ മലയാളത്തില് എഴുതി തരാട്ടോ എന്തായാലും. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് പോവാം. യെസ്, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ശ്രദ്ധിക്കാട്ടെ എല്ലാവരും. നോക്കിയേ. इस गांव की सबसे बड़ी खासियत ये है कि यहाँ की सारी साफ सफाई गांव वाले खुद ही करते हैं. ഇനി നമ്മൾ ആ ഗ്രാമത്തിനെ പറ്റിയുള്ള കുറച്ച് പ്രത്യേകതകൾ നിറഞ്ഞ കാര്യങ്ങൾ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചു കേൾക്കാട്ടോ. ഇസ് ഗാവ് കി, ഈ ഗ്രാമത്തിലെ, ഇസ് ഗാവ് കി എന്ന് പറഞ്ഞാല് ഈ ഗ്രാമത്തിലെ, സബ്സെ ബഡി ഖാസിയത്ത്, ഈ ഗ്രാമത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയ, ഓക്കെ, അപ്പൊ നോക്കിയേ. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് എന്ന് പറഞ്ഞാല് ഈ ഗ്രാമത്തിലെ, മിസ് അപ്പൊ മീനിങ്സ് എഴുതിക്കോളൂ. മീനിങ്സ് കൂടെ കൂടെ എഴുതിക്കോളൂ കേട്ടോ. മീനിങ്സ് കറക്റ്റ് ആയിട്ട് ഇനി എഴുതി പോയിക്കോളൂ. ആദ്യത്തെ 3 ലൈൻ ഇമ്പോർട്ടന്റ് ആയത് കൊണ്ടാണ് ഒരു കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത്, ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഖാസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? യേ ഹേ കി, ഇതാണ്. എന്താണ്? യഹാ കി, യഹാ കി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ, സാരി സാഫ് സഫായി, എല്ലാ വൃത്തിയാക്കലും ആരാണ് ചെയ്യുന്നത്? ഗാവ് വാലെ ഖുദ് ഹി കർത്തേ ഹെ, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി വെക്കുന്നത്. ക്ലിയർ ആണോ? ആരാണ് ആ ഗ്രാമം വൃത്തിയാക്കി കൊണ്ടുപോകുന്ന ആൾക്കാർ? യെസ്, അടുത്ത വിളിച്ചു സർ. ശ്രീഹരി. ആരാണ് ശ്രീഹരി? ആ ഗ്രാമം ഏറ്റവും വൃത്തിയാക്കി വെക്കുന്ന വ്യക്തി ആരാണ്? ആ ഗ്രാമത്തിനെ വൃത്തിയാക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞേ? യെസ്, ഗാവ്വാലെ. ഗാവ്വാലെ എന്ന് പറഞ്ഞാല് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഗാവ്വാലെ എന്ന് പറയുന്നത്. നമുക്കതിന്റെ ഇംഗ്ലീഷ് നോക്കാം. വില്ലേജേഴ്സ്. വില്ലേജേഴ്സ്, വില്ലേജേഴ്സ് എന്ന് പറഞ്ഞാല് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർ. സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒന്ന് നമസ്തേ എന്ന് കാണിച്ച് ഇങ്ങനെ കാണിക്കുക. അപ്പൊ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ജിയാസിജെ കൊള്ളാട്ടാ. ജിയാസിജെ കാണിക്കണല്ല, കാണിച്ച് ജിയെ. 1 2 3. യെസ്, ഓക്കെ, മതി 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 മതി. കുറച്ച് ദൂരെ നോക്കുമ്പോൾ നിങ്ങൾ മറ്റേ പ്രേതങ്ങൾ ഇങ്ങനെ ഇരിക്കൂലേ ഹോമത്തിലൊക്കെ, അതുപോലെ തോന്നും. ഓക്കെ, അതന്നെ എനിക്ക് തോന്നിയത്. ആരെ കണ്ടപ്പോഴാണെന്ന് അറിയോ? 3ാമത്തെ റൂമിൽ ആദ്യത്തെ ഗേളിനെ വിളിച്ചത് സർ. അതന്നെ, ആൻലിനെ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു തോന്നല് തോന്നിയത്. ആൻലിൻ മുടിയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് അല്ലേ ആൻലിൻ? എന്തായാലും കലക്കി. ആൻലിൻ അൺമ്യൂട്ട് ചെയ്ത് സർ. ഒരു ചോദ്യമാവാം. ആൻലിനെ, ഗ്രാമത്തിന്റെ പേരൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. എന്താണ് ആ ഗ്രാമത്തിന്റെ പേര്? അയ്യോന്നാ, നല്ല പേര്. ഗ്രാമത്തിന്റെ പേര് അയ്യോ. സർ അവനെ വിളിച്ചോളൂ കേട്ടാ. പറയൂ, എന്താണ് ഗ്രാമത്തിന്റെ പേര്? മാവ് ലിനോങ്. ഇപ്പൊ തന്നെ എഴുതി തരാം. നിങ്ങൾ മാവ് ലിനോങ്ങിനൊന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് സൈഡിൽ എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾക്കത് വായിക്കാനും പഠിക്കാനും എളുപ്പമായിരിക്കും. പക്ഷേ ഹിന്ദി ഒരു 10 പ്രാവശ്യമെങ്കിലും എഴുതി പഠിച്ചേ പറ്റും. ബിക്കോസ് ഈ ഗ്രാമത്തിന്റെ പേര് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാമത്തിന്റെ പേരും മാവലിനോങ്ങും സാഫ് സഫായി. ഓക്കെ, ഈ 3 വാക്കുകളാണ് നമുക്ക് ഈ ഗ്രാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഗ്രാമത്തിൽ കയറി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാവലിനോങ് നോക്കാം. ദേ ഇതെല്ലാരും എഴുതിയില്ലേ? മാവലിനോങ് എല്ലാവരും എഴുതിയെങ്കിലും ഒന്ന് രാജ കാണിച്ചേ. മാവലിനോങ്. ഓക്കെ, ഇനി നമുക്കതിന്റെ മലയാളം എഴുതാം. മാ മാവലിനോങ്. ഓക്കെ, എനിക്ക് മലയാളം, എൻ്റെ മലയാളം റൈറ്റിംഗ് ഭയങ്കര ശോകമാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. മനസ്സിലായില്ലേ എഴുതിയത്? ഇനി അതിന് ഇംഗ്ലീഷ് എഴുതി തരാം. മാ ലിൻ മാവലിനോങ്. ഇത് പഠിക്കരുത് എഴുതി. ഇതാണ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടത്. ഒരു 10 പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കണം.
യെസ് സർ, അതിനൊന്നൊരു യെസ് യെസ് ഇട്ട് കൊടുത്തേക്ക്. ഓക്കെ, യെസ്, ഓക്കെ, യെസ്. മതി മതി ജിയെ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ്, ഇനി പറയൂല. പറഞ്ഞപ്പോ തുടങ്ങി ജിയെ കാണിച്ചിട്ടിരിക്കുകയാണ്. ഇതൊന്ന് എഴുതിയെടുത്തേ. മാവലിനോങ്കിന്ന് മലയാളത്തിലും എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം. മിസ്സസ് ഗ്രൂഗർ, ഓഫ് കോഴ്സ്. സി ഐ ആം നോട്ട് എ മലയാളി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മലയാളം പഠിക്കുന്നതാണ്. സർ, അവനൊന്ന് വിളിച്ചേ. ലൂയി, വെർ ഇസ് ലൂയി? യെസ്, ലൂയി കുട്ടാ, നിനക്ക് ബ്രേക്ക് വേണമല്ലോ ഇത്ര പെട്ടെന്ന്? അൺമ്യൂട്ട് ചെയ്ത്. നമസ്തേ എന്ന് പറഞ്ഞേ, നമസ്തേ എന്ന് പറഞ്ഞേ. ആ, ബ്രേക്ക് ഇപ്പൊ തരൂല കേട്ടോ, 10 മിനിറ്റ് കൊണ്ട് ബ്രേക്ക് തരാം. ഓക്കെ, 7:20 ആണ് ബ്രേക്കിന്റെ സമയം. ഇനി എങ്ങാനും നീ 7:20 മുമ്പ് ക്ലാസ്സിൽ ബ്രേക്ക് ചോദിച്ചെന്ന് അറിഞ്ഞാൽ ഇടി കിട്ടും എൻ്റെ അടുത്തുനിന്ന്. ഓക്കെ, അങ്ങനെ ചോദിക്കരുത്. തീർച്ചയായിട്ടും ബ്രേക്ക് തരും. ലൂയി പറഞ്ഞത് കൊണ്ട് എനിക്ക് ഓർമ്മ വന്നു, ബ്രേക്ക് കൊടുക്കാനായല്ലേ. പക്ഷെ 10 മിനിറ്റ് മുമ്പ് ചോദിക്കരുത് ലൂയി. 7:20 കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ കുട്ടാ. ചുമ പുള്ളി മലയാളത്തിൽ എന്താണ്? ഞാൻ വായിക്കുന്നു. ഇല്ല, ഞാൻ മലയാളിയല്ല. देख मैं हिंदी भी बहुत अच्छे से बोल सकती हूँ. सच में मैं मलयाली नहीं हूँ अल्ले? टीचर इसे बंगाली हूँ. बंगाली अल्ला ഞാൻ സംസാരിക്കുന്നത്. I'm talking in Hindi. ഓക്കെ, ആരുടെന്ന് അറിയോ? യെസ്. അപ്പൊ എല്ലാവരും ഒരു റഫ് നോട്ട് എടുത്തിട്ട് വന്നേ, ഓടിപ്പോയിട്ട്. റഫ് നോട്ട് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. ഒരു ഓടിപ്പോയി റഫ് നോട്ട് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. സർ, അടുത്ത കൃഷ്ണജനെ വിളിച്ചോട്ടാ. കൃഷ്ണരാജാണോ ഇനി? ഇപ്പോൾ അതേ ടെമ്പിൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോ റഫ് നോട്ടിൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം, പെട്ടെന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ദേ, മാവ് ലി, ഈ മാവ്ലിനോങ് എന്ന് പറയുന്ന വാക്ക് ഒരു 10 പ്രാവശ്യം എഴുതി പഠിച്ചേ. 10 പ്രാവശ്യം കഴിഞ്ഞാൽ ആ സ്പെല്ലിംഗ് പഠിക്കണം. ഇപ്പൊ തന്നെ ഒരാളെ പോലും വെറുതെ ഇരിക്കരുത്. ഇത് മാത്രമല്ല, നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. മേഘാലയ എന്ന് പറയുന്ന വാക്കുണ്ട്. മേഘാലയ. ഈ വാക്കും എന്ത് ചെയ്യുക? 10 പ്രാവശ്യം പഠിക്കുക. ഇനി അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് സാഫ് സൂത്ര ഗാവ് എന്ന് പറയുന്ന ഈ വാക്കാണ്. ഇപ്പൊ ഞാൻ ബോക്സിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു വാക്ക് 10 പ്രാവശ്യം, 30 പ്രാവശ്യം എഴുതാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് എഴുതി. എത്ര മിനിറ്റ് വേണം ഇത് എഴുതാൻ വേണ്ടി? എത്ര മിനിറ്റ് വേണം? എത്ര മിനിറ്റ് വേണം? സത്യം പറയണം. 10 മിനിറ്റ് വേണ്ട ഈഷ, അത് കൂടുതലാ. ഒരു 3 മിനിറ്റ് മതിയോ? ജിയ പറയണം 5 മിനിറ്റ് വേണമെന്നാണ് മിസ്. ഓക്കെ, മതി, എഴുതി പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ തരുന്ന 5 മിനിറ്റ് സമയത്തില് ഈ കാര്യങ്ങൾ 3 എണ്ണവും നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പൊ സർ 5 മിനിറ്റ് ടൈമർ ഇട്ടേ സർ. 5 മിനിറ്റ് ഇട്ടാ. പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ ബുക്ക് ഇരുന്ന് വായിക്കുക. പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ എന്ത് ചെയ്യുക? ചാപ്റ്റർ ഇരുന്ന് പ്രോപ്പർ ആയിട്ട് വായിക്കുക. അല്ലാണ്ട് വേറെ കാര്യങ്ങൾക്ക് പോവരുത്. 5 മിനിറ്റ് സമയം തരാം. 5 മിനിറ്റിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഈ 3 കാര്യങ്ങളും 1, 2, 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് 10 പ്രാവശ്യം വെച്ച് എഴുതി പഠിക്കാം കേട്ടോ. സമയം വേസ്റ്റ് ചെയ്യരുത്. ഒറ്റയ്ക്ക് ഞാൻ എഴുതിപ്പിക്കും ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ ടീച്ചർ, ആർ യു ഫൈൻ? ഐ എം ഓക്കെ, ബട്ട് മൈ സൗണ്ട് ഇസ് നോട്ട് ഫൈൻ. ഓക്കെ, താങ്ക് യു ഫോർ ആസ്കിങ് ശിവഹരി. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? എഴുതുക. സർ എന്നെ മാറ്റിക്കോളൂ, അവരെ വെച്ചോളൂ. നല്ലൊരു രാജ കാണിച്ച് 3 എണ്ണവും എഴുതി കഴിഞ്ഞു. ഓക്കെ, എഴുതി കഴിയാത്തവര് അടുത്ത ക്ലാസ്സിലേക്ക് ഇപ്പൊ 2 എണ്ണം മേഘാലയ മാവ്ലിനോങ് കഴിഞ്ഞവര് നല്ലൊരു രാജ കാണിച്ച്, നല്ല പവർഫുൾ ആയിട്ടുള്ള രാജ കാണിച്ച്. മേഘാലയ മാവ്ലിനോങ് കഴിഞ്ഞെങ്കിൽ യെസ്. ലാസ്റ്റ് സാഫ് സൂത്ര ഗാവ് എന്ന് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. അതെന്തായാലും അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക? സൂപ്പറായിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ, സൂപ്പറായിട്ട് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ ക്ലാസ് ആണ്, ഇനി ഈ സമയത്ത് ഇടയ്ക്ക് വെച്ച് ആരും എഴുതണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാമം, ഈ ഒരു 3 ലൈൻ വേണോ സർ? വേണ്ടല്ലേ? വേണോ?
അതോ ബ്രേക്ക് വേണം? എന്ത് വേണം? ഈ ലൈൻ വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കുക, ബ്രേക്ക് വേണമെങ്കിൽ ബ്രേക്ക് എന്ന് കാണിക്കുക. ഒരാള് പോലും ബ്രേക്ക് വേണമെന്ന് പറയണില്ല. ആരും ബ്രേക്ക് വേണ്ട എന്നാ പറയണത് എല്ലാരും, അല്ലേ സർ? എല്ലാവരും ബ്രേക്ക് വേണ്ടെന്നാ പറയണത്. ഇത് കാർത്തിക് നോക്കൂ, ബ്രേക്ക് വേണ്ടേ വേണ്ടെന്നാ കാർത്തിക് പറയണേ, അല്ലേ കാർത്തി? അതെ, ബ്രേക്ക് വേണ്ട വേണ്ട അല്ലേ? യെസ്, ബ്രേക്ക് വേണമെന്ന് ബല്ലേ ബല്ലേ കാണിച്ച് ബ്രേക്ക് വേണ്ടെന്ന് പ്രണവ് പറയുന്നുണ്ട്. ബ്രേക്ക് വേണ്ടല്ലേ? ഷോ, എന്ത് വേണം സർ? ബ്രേക്ക് വേണോ? ചുമ്മാ പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ബ്രേക്കിന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ബ്രേക്കിന്റെ സമയത്ത് ആരും സാഫ് സൂത്രം എഴുതി പഠിക്കണ്ട. നിങ്ങൾ എന്തായാലും ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, 10 മിനിറ്റ് ബ്രേക്ക് കറക്റ്റ് ആയിട്ട് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ സർ. ജഗ 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 എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലായിട്ട്. ഓക്കെ, പൂരേ ഗാവുമേ, മൊത്തം ഗ്രാമത്തില് ജഗ ജഗ ഓരോ സ്ഥലങ്ങളിലായിട്ട് എന്താണ്? ബാസ് സേ ബനെ ഹുവേ. ബാസ് എന്താണ്? ബാസ് എന്ന് പറഞ്ഞാല് മുള. ബാംബു, ബാംബു കേട്ടിട്ടുണ്ടെങ്കിലും ഡാറ്റ കാണിച്ചേ. ബാംബു, ബാംബു. നമ്മുടെ ഈ പാണ്ടൻ അറിയാമെങ്കിലോ ഇങ്ങനെ കാണിച്ചേ. പാണ്ടൻ അറിയാമെങ്കിലോ ഇങ്ങനെ കാണിച്ചേ. ഈ പാണ്ട എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ബാംബു. മുള എന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ പറയും, മുള. ഓക്കെ, അപ്പോൾ ഈ ബാംബു അതായത് അതൊരു ശരിക്കും അതൊരു പ്ലാന്റ് ആണ്. അതൊരു പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ശരിക്കും അത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ചെടി വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഡസ്റ്റ്ബിൻ ആണ് ഏത് ഗ്രാമത്തിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത്? യെസ്, ഒരാളെ വിളിച്ചേ സർ. ഏവ്ലിൻ. ഏത് ഗ്രാമത്തിലെ ആൾക്കാരാണ് ഏവ്ലിനെ ഈ സാധനം, ഈ മുള വെച്ചുണ്ടാക്കി ഡസ്റ്റ്ബിൻ യൂസ് ചെയ്യുന്നത്? ഏത് ഗ്രാമത്തിലുള്ള ആൾക്കാരാണ്? ഏവ്ലിൻ മെരിയ. യെസ്, ഏവ്ലിൻ കുട്ടി, അമ്മനെ വിളിക്കണ്ട. യെസ്, ഹായ്, ഹലോ. ഏവ്ലിൻ, ഏത് ഗ്രാമത്തിലെ ആൾക്കാരാണ് ബാംബു വെച്ചുള്ള ഡസ്റ്റ്ബിൻ ഉണ്ടാക്കുന്നത്? ഏവ്ലിൻ. പേര് മറന്നുപോയി. മേഘാലയയിലെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ. പറഞ്ഞോ. ഓ, രക്ഷയില്ല. ആര് പറഞ്ഞു കൊടുക്കും ഏബിളിന്റെ സ്ഥലത്തിന്റെ പേര്? സ്ഥലത്തിന്റെ പേര് അറിയുന്നവരൊക്കെ നല്ലൊരു ഡാറ്റ കാണിച്ചേ. ഇഫ് യു നോ ദ നെയിം ഓഫ് ദ പ്ലേസ്, ഇഫ് യു നോ ദ നെയിം ഓഫ് ദ വില്ലേജ്, ആ ഗ്രാമത്തിന്റെ പേര് അറിയാമെങ്കിൽ ടാറ്റ പോരട്ടെ. യെസ്, വിളിച്ചോളൂ സർ. വിളിക്കല്ലേ? യെസ്, ഉത്തരക്കുട്ടി, ഉത്തരം പറയൂ. വാവ്, നൈസ് നെയിം. ഉത്തരം പോരട്ടെ. യെസ്, എന്താണ് പേര് ഗ്രാമത്തിന്റെ? മാവ്ലിനോങ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആൾക്കാരാണ് ഈ ഡസ്റ്റ്ബിൻ യൂസ് ചെയ്യുന്നത്. എന്ത് വെച്ചുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ ആണ്? യെസ്, അടുത്ത ആൾ വിളിച്ചേ സർ. നെക്സ്റ്റ്, മുഹമ്മദ് ഷാബിൽ. എന്ത് സാധനം കൊണ്ട് ഉണ്ടാക്കി ഡസ്റ്റ്ബിൻ ആണ് യൂസ് ചെയ്യുന്നത് മുഹമ്മദേ? മുള എന്ന് പറയരുത്, മുളയുടെ ഹിന്ദി. അടുത്ത ആളെ വിളിച്ചേ. ഷാബിത്ത് ഒന്ന് നോക്കിയേ മുളയുടെ ഹിന്ദി എന്താണെന്ന്, അതാണ് പഠിക്കേണ്ടത്. യെസ്, അടുത്ത ആളെ വിളിച്ചോളൂ സർ. ഹയക്കുട്ടി, എന്താണ് ഹയ? മുള അല്ലെങ്കിൽ ബാംബു എന്ന് പറയുന്ന വാക്കിന്റെ ഹിന്ദി എന്താണ്? ഹയ, അതിന്റെ ഹിന്ദി എന്താണ്? ബാസ്. ഓക്കെ, അപ്പൊ നോക്കിയേ, പൂരേ ഗാവുമേ, കംപ്ലീറ്റ് ഗ്രാമത്തിൽ എന്താണ്? ജഗ ജഗ ഓരോ സ്ഥലങ്ങളിലുമായിട്ട് എന്താണ്? ബാസ് സേ ബനെ. ബാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാസ് എന്ന് പറഞ്ഞാൽ മുള എന്നാണ്. ബാസ് സേ ബനായെ ഹുവേ ഡസ്റ്റ്ബിൻ ലഗായേ ഹെ. ബാസ് എന്ന് പറഞ്ഞാൽ മുള വെച്ചുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ പല സ്ഥലങ്ങളിലുമായിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ ടാറ്റ എന്ന് കാണിച്ചേക്കാം. ടാറ്റ. ഓക്കെ, ക്ലിയർ അല്ലേ സർ? യെസ്. അപ്പൊ നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ശ്രദ്ധിക്കാം. महिला, पुरुष और बच्चों समेत किसी भी गांव वाले को अगर कहीं गंदगी नजर आती है तो वो फौरन सफाई में लग जाते हैं. കുട്ടികളെ ചെറുപ്പം തുടങ്ങി പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ശ്രദ്ധിച്ചേ. മഹിള അതായത് സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, ബച്ചോ കുട്ടികളാകട്ടെ. ഓക്കെ, സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തി
ഇവരെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തി എന്താണ് നമുക്ക് നോക്കാം. കിസി ബി ഗാവ് വാലെ, അതായത് പെണ്ണാകട്ടെ, സ്ത്രീ ആകട്ടെ, പുരുഷനാകട്ടെ, കുട്ടികളാകട്ടെ, ഇനി അവിടുത്തെ ഗ്രാമവാസികളാവട്ടെ, ഇനി അവിടുത്തെ വില്ലേജേഴ്സ് ആകട്ടെ, എന്താണ് അഗർ കഹി ഗന്ദഗി നസർ ആത്തി ഹൈ, അവരിങ്ങനെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വൃത്തികേട് അവരെ റോട്ടിലോ അവരുടെ വീടിന്റെ ഉമ്മറത്തോ കണ്ടാൽ അവരെന്താ ചെയ്യണത്? ഫോറിൻ സഫായി മേ ലഗ് ജാ. ഫോറിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോക്കിയേ, ഉടനെ തന്നെ അവർ എന്ത് ചെയ്യും? സഫായി മേ ലഗ് ജാത്തെ ഹേ, വൃത്തിയാക്കാനായിട്ട് അവർ തുടങ്ങും. ക്ലിയർ ആണോ? സ്ത്രീകള്, പുരുഷന്മാര്, കുട്ടികള് പോട്ടെ, ആ ഗ്രാമത്തിൽ ആരെടുത്താലും അവര് വഴിയിൽ വെച്ച് എന്തെങ്കിലും ഒരു വൃത്തികേടോ എന്തെങ്കിലും ഒരു ഡേർട്ട്, അഴുക്ക് കാണുകയാണെങ്കിൽ അവർ അപ്പൊ തന്നെ എന്ത് ചെയ്യും? അത് വൃത്തിയാകാനായിട്ട് തുടങ്ങും. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആവാനാണെങ്കിൽ ചൂല് വെച്ച് അടിച്ചേ, ക്ലിയർ ആവാനാണെങ്കിൽ ചൂല് വെച്ച് അടിച്ചേ. യെസ്, അത്രേ ഉള്ളൂ. അവിടുത്തെ ആൾക്കാർ അത്രയും അടിപൊളിയായിട്ടാണ് വൃത്തിയുടെ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ ആണ് നമസ്തേ കാണിച്ചേ, ഓക്കെ ആണെങ്കിൽ നമസ്തേ എന്ന് കാണിച്ചേ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്തയിലോട്ട് പോവാം. സഫായി കെ പ്രതി ഉനकी जागरूकता का अंदाजा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. നിങ്ങൾ ആരൊക്കെ ചെയ്യും അത്? നടന്നു പോകുന്ന വഴി, നിങ്ങൾക്കറിയാത്തൊരു വഴി, ആദ്യമായിട്ട് പോകുന്ന വഴി, നിങ്ങൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ലേസിന്റെ പാക്കറ്റ് കിടക്കുന്നു. ആരൊക്കെ അത് ഡസ്റ്റ്ബിനിൽ കൊണ്ടിട്ടുണ്ട്? സത്യം പറയണം, നോണ പറയരുത്. ആരൊക്കെ ഡസ്റ്റ്ബിനിൽ കൊണ്ടിടും? നിങ്ങൾ കഴിച്ച ലേസിന്റെ പാക്കറ്റ് അല്ല, വേറെ ആരോ കഴിച്ച ലേസിന്റെ പാക്കറ്റ് അടിയിൽ കിടക്കുന്നു. ആൻഡ് നമ്മൾ നടക്കുകയാണ്, അപ്പോൾ ലേസിന്റെ പാക്കറ്റ്, ഓ ഗോഡ്, ഓക്കെ, എടുക്കുന്നു, ഡസ്റ്റ്ബിനിൽ കൊണ്ടിടുന്നു. ആരൊക്കെ ചെയ്യും? സത്യം പറയണം. ചെയ്യുന്നവർ നല്ലൊരു രാജ കാണിക്കാം. യെസ്, ചെയ്യുന്ന കുറെ പേരുണ്ട്. വെരി നൈസ്, ചെയ്യുക. ഓക്കെ, ഒരിക്കലും ഞാൻ കഴിച്ചതല്ലല്ലോ, വൈ ഷുഡ് ഐ ഡു സച്ച് തിങ്, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ കഴിക്കാണ്ടിരിക്കേ, ദാറ്റ് ഈസ് നോട്ട് യുവർ ബിസിനസ്. നിങ്ങളുടെ ഗ്രാമം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളതാണെന്ന് നോക്കരുത്. ഓക്കെ, യു ഷുഡ് ഓൾവേസ്. ടീച്ചർ വൺ മോർ, ഐ ആം മോർ മീനിങ് റിട്ടൺ വൺ മോർ. ഓക്കെ, അപ്പോൾ ഒരിക്കലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമല്ല, അതെൻ്റെ ഗ്രാമമല്ല, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്കൂൾ, ഞാൻ പഠിക്കുന്ന സ്കൂളല്ല, അപ്പൊ ഞാൻ വൃത്തിയാക്കില്ല, അങ്ങനെ വിചാരിക്കരുത്. റോട്ടിൽ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യുക? ഡസ്റ്റ്ബിനിൽ കൊണ്ടിടുക. നല്ലതാണ്. എപ്പോഴും മറ്റുള്ളവർ ചെയ്യട്ടെ, ഞാൻ എന്തിനു ചെയ്യണം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മാത്രമേ മറ്റുള്ളവരും അത് ചെയ്തു തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ ഒരിക്കലും മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് നിൽക്കരുത്. നോ, നിങ്ങൾ ചെയ്യുക അടിപൊളിയായിട്ട്. സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ അണിച്ച് പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ചെയ്യുക കേട്ടാ. ഒന്നോ രണ്ടോ നിങ്ങൾ ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാവും. നിങ്ങളിങ്ങനെ തോന്നുമോ ആരും ചെയ്യാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്തു, അപ്പൊ ആ ഒരു സന്തോഷം വേറെ ലെവലാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. സഫായി കെ പ്രതി, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടാ. നിങ്ങൾ പറ്റുന്ന അത്രയും മീനിങ്സ് എഴുതിയെടുക്കുക. കിട്ടാത്ത മീനിങ്സ് ഗ്രൂപ്പിൽ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നും പറഞ്ഞ് ഒട്ടും എഴുതാണ്ടിരിക്കരുത്. ഒന്നോ രണ്ടോ വിട്ടു പോകും, ദാറ്റ് ഇസ് ജസ്റ്റ് നോർമൽ ആൻഡ് ഐ കൻ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ എന്തൊക്കെയായാലും മീനിങ്സ് ഗ്രൂപ്പിൽ ഡെഫിനറ്റ്ലി വരും. സോ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. സഫായിക്കെ പ്രതി, സഫായിക്കെ പ്രതി വൃത്തിയാക്കലിനോട്, സഫായിക്കെ പ്രതി എന്ന് പറഞ്ഞാൽ അവർക്ക് വൃത്തിയാക്കലിനോട് എന്തോ ഉണ്ട്. നോക്കി, ഉനക്കി ജാഗരൂകത, അതായത് അവരുടെ അവബോധം, വൃത്തിയാക്കുന്നതിന്റെ പ്രതി അവരുടെ അവബോധം, അതായത് അവരുടെ ആ ഒരു അവയർനെസ്, അത് വേറെ ലെവലാണ്. ഓക്കെ, का अंदाजा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए, അതായത് അവരുടെ വൃത്തിയാക്കലിനോടുള്ള നമ്മുടെ ഒരു ഊഹം ഒട്ടും നമുക്ക് വെക്കാൻ പറ്റില്ല. ബിക്കോസ് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ എല്ലാവരും വൃത്തിയാക്കുന്നത്. അതിപ്പോൾ ചെറിയ കുട്ടിയായാലും വലിയ കുട്ടിയായാലും മുതിർന്നവരായാലും പ്രായം കൂടിയവരായാലും കുറഞ്ഞവരായാലും എല്ലാവരും അടിപൊളിയായിട്ടാണ് വൃത്തിയാക്കൽ കൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കേ. അതായത് അവരുടെ വൃത്തിയാക്കുന്നത് വളരെ പ്രത്യേകത നിറഞ്ഞ രീതിയിലാണ്. നോക്കിയേ, അഗർ സഡക് പർ ചലത്തെ ഹുയ്, അഗർ സഡക് പർ ചലത്തെ ഹുയ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ സഡക് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ്. സഡക് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ് എന്നാണ് അർത്ഥം. ഞാനിവിടെ എഴുതാം. സഡക് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ്. ഓക്കെ, അപ്പൊ അഗർ സഡക് പർ ചലത്തെ സമയം അല്ലെങ്കിൽ ചലത്തെ ഹുവേ,
റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഉനെ കഹീബി എവിടെയെങ്കിലും ഉനെ കഹീബി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എന്താണ് കച്ചറ കച്ചറ എന്ന് പറഞ്ഞാൽ എന്താണ് വേസ്റ്റ് മാലിന്യം കച്ചറ നസറായെ അവർക്ക് എവിടെയെങ്കിലും ഈ വേസ്റ്റ് കിടക്കുന്നത് കണ്ടാല് तो वह पहले कचरे को डस्टबिन में डालते हैं അവർ നടക്കുന്ന സമയത്ത് അതായത് അവർ നോർമലി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് ഒരു വേസ്റ്റ് കണ്ടു ഒരു ഒരു ആവശ്യമില്ലാത്തൊരു വേസ്റ്റ് ചിലപ്പോൾ അതൊരു ഉണങ്ങിയ ഇല ആവാം ഓക്കെ ആ ഇല കണ്ടാൽ പോലും അവരത് എവിടെ കൊണ്ടിടും യെസ് അടുത്ത ആളോട് സാർ എവിടെയാണ് അവരത് കൊണ്ടിടുന്നത് കത്തിക്കുന്ന സ്ഥലത്താണോ അതോ അടിച്ചു വാരി കൂട്ടുന്ന സ്ഥലത്താണോ യെസ് കാർത്തിക എവിടെയാണ് കാർത്തിക ഈ വേസ്റ്റ് അവർ കൊണ്ടുപോയി ഇടുന്നത് ഗുഡ് ഈവനിങ് കാർത്തിക അയ്യോ കാർത്തിക വിളിച്ച മാറിപ്പോയല്ലേ കാർത്തിക പറഞ്ഞോളൂ എവിടെയാണ് അവര് ഡസ്റ്റ്ബിൻ എവിടെയാണ് അവർ ഈ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നത് വേസ്റ്റ് ബിനിൽ ഡസ്റ്റ്ബിനിലാണ് അടുത്ത ആൾ വിളിച്ചത് ഡസ്റ്റ്ബിൻ എന്ത് വെച്ച് അവർ ഉണ്ടാക്കുന്നത് യെസ് വിളിച്ചോളൂ സർ ഇബ്സ എവിടെയാണ് ഇബ്സ അവർ ഈ ഡസ്റ്റ്ബിൻ എന്ത് വെച്ച് ഉണ്ടാക്കുന്നത് ഇബ്സ എന്ന് പറഞ്ഞേ മുളെ ഇങ്ങനെ എഴുതും നമ്മൾ ഹിന്ദിയിൽ മുള മൂള അല്ല ഹിന്ദിയുടെ മുള പറ മുളയുടെ ഹിന്ദി പറ ബാംബുവിന്റെ ഹിന്ദി അതാണ് വേണ്ടത് വെരി ഗുഡ് ബാസ് ദേ ഇങ്ങനെ എഴുതും നമ്മള് ബാസ് അല്ലേ യെസ് ബാസ് ഓക്കെ അപ്പൊ അത് മറക്കരുത് അപ്പൊ നോക്കിയ റോഡിൽ നടക്കുന്ന സമയത്ത് അവർ എന്തെങ്കിലും ഒരു വൃത്തികേട് നടക്കുന്ന സമയത്ത് കണ്ടാൽ അവരപ്പൊ തന്നെ എന്ത് ചെയ്യും അത് വൃത്തിയാക്കിയിട്ട് ആ ഒരു വേസ്റ്റ് അവർ കൊണ്ടുപോയി ഡസ്റ്റ്ബിനിലിടും ഇപ്പൊ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത കാര്യമാണ് ഡസ്റ്റ്ബിൻ അവർ ഉണ്ടാക്കുന്നത് മുള വെച്ചിട്ടാണ് അല്ലെങ്കിൽ ബാസ് എന്ന് നമ്മൾ ബാംബുവിനെ ഹിന്ദിയിൽ പറയും ക്ലിയർ അല്ലേ ഇതാരാണ് സർ ഒന്ന് വിളിച്ചേ നിങ്ങൾ ആരും ഇപ്പൊ എക്സാമിനെ പറ്റിനോട് ചോദിക്കരുത് കേട്ടാ ഓക്കെ പ്ലീസ് ഇല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിന്റെ തന്നെയാണ് ശ്രാവൺ ചോദിക്കുന്നത് അല്ലേ ശ്രാവൺ ക്ലാസിന്റെ ഇടയ്ക്ക് ഞാനത് എങ്ങനെ കാണിക്കും കുട്ടാ വി ടേക്കിംഗ് എ ഹോൾ ന്യൂ ക്ലാസ് സർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യിപ്പിച്ചു ശ്രാവൺ എന്താ പ്രശ്നം പറയൂ ശ്രാവൺ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ശ്രാവൺ ശ്രദ്ധിക്കണമില്ല ശ്രാവണിന്റെ ഫുൾ ഫോക്കസ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ് എത്ര പ്രാവശ്യമായി ശ്രാവൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അയച്ചു തരൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണേ ദാറ്റ് ഈസ് വേസ്റ്റിംഗ് യുവർ ടൈം നീ ശ്രദ്ധിക്കണുണ്ടാവില്ല അത് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന കാര്യം ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഇരുത്തി എഴുതിച്ച ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണത് അത് കൂടാണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് അയച്ചും തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ സാർ ആണത് അയച്ചത് നിങ്ങളുടെ ഗ്രൂപ്പിലും വന്നിട്ടുണ്ട് ഓക്കെ ശ്രാവൺ ക്ലിയർ ആണോ ഓക്കെ യെസ് അപ്പൊ നമുക്ക് തിരിച്ചു വരാം നോക്കിക്കേ ഫിർ ആകെ ബഡ്ത്തെ അതായത് അവര് ഡസ്റ്റ് അതായത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടുക്ക് വഴിയിൽ അവർക്കൊരു വേസ്റ്റ് കാണുകയാണെങ്കിൽ ആ വേസ്റ്റ് അവരെടുക്കുന്നു ഡസ്റ്റ്ബിനിലിടുന്നു എന്നിട്ടേ അവർ എന്ത് ചെയ്യുള്ളൂ നടന്ന് മുന്നോട്ട് നീങ്ങുള്ളൂ നോക്കിയേ ഫിർ ആകെ ബഡ്ത്തെ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുള്ളൂ നടന്ന് മുന്നോട്ട് നീങ്ങുള്ളൂ എന്നാണ് പറയുന്നത് നോക്കിയേ യഹാ ലോഗ് അപ്നെ ഘർ സേ निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं യഹാ ലോഗ് അതായത് ഇവിടത്തെ ആൾക്കാർ അപ്പനെ ഘർ സേ തൻ്റെ വീട്ടിൽ നിന്ന് നിക്കൽനെ വാലെ തൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഉണ്ടാവില്ലേ കറിയുടെ വേസ്റ്റ് വേപ്പല നമ്മൾ കളയൂലേ ആ വറ്റൽ മുളക് നമ്മൾ വേസ്റ്റിലിടൂലേ ഉരുളക്കിഴങ്ങ് തൊലി പൊളിക്കുമ്പോൾ അത് വേസ്റ്റിലിടൂലേ സവാള വേസ്റ്റിലിടൂലേ ഇടുമെങ്കിൽ നല്ലൊരു രാജ അടിച്ചേ യെസ് അപ്പൊ നമുക്ക് കിച്ചൺ വേസ്റ്റ് കുറെ ഉണ്ടാകും അപ്പൊ ഈ കിച്ചൺ വേസ്റ്റ് അവർ എന്താ ചെയ്യണത് കൂടെ കച്ചറയുമേ കോബി ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തേ അതായത് വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വീട്ടിലത്തെ കിച്ചൺ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കിട്ടുന്ന കൂടെ കച്ചടേ എന്ന് പറഞ്ഞാൽ എന്താണ് മാലിന്യം അല്ലെങ്കിൽ ഗാർബേജ് അവരെന്ത് ചെയ്യുന്നു അവര് ഡസ്റ്റ്ബിന്നിലാണ് അതിനെ എന്ത് ചെയ്യുന്നത് ജമാ കർത്തേ ഡസ്റ്റ്ബിന്നിലാണ് അവരതിനെ നിക്ഷേപിക്കുന്നത് ഓക്കെ വീട്ടിലെ വേസ്റ്റ് ആയാലും പുറത്തെ വേസ്റ്റ് ആയാലും കരിയിലെ ആയാലും എന്തായാലും എന്ത് വേസ്റ്റ് ആയാലും അവരിടുന്ന പാത്രം ഏതാണ് യെസ് അടുത്ത ആൾ വിളിച്ചത് സർ എന്തിലാണ് അവരിടുന്നത് അഖിൽ ദേവ്
എന്തിലാണ് അഖിൽ ദേവെ അവരിടുന്നത് ഒന്ന് പറഞ്ഞേ. ഇവർ ഈ വേസ്റ്റുകളൊക്കെ എവിടെയാണ് കൊണ്ടുപോയി ഇടുന്നത്? ഡസ്റ്റ്ബിൻ എന്ത് വെച്ച് ഉണ്ടാക്കുന്നത് അഖിലേ? വെരി ഗുഡ്, സൂപ്പർ. ഇനി നീ എങ്ങാനും ബാംബൂന്നോ മൂളയെന്നോ പറഞ്ഞ് ഇടിക്കാൻ നിൽക്കായിരുന്നു ഞാൻ. എന്തായാലും നീ അത് കാര്യം അറിഞ്ഞ് യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. വെരി ഗുഡ്. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോ ഇത്രയും വരെ ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണെന്ന് കാണിച്ചേ. ക്ലിയർ ആണ്. ഓക്കെ, യെസ്. പഠിക്കാൻ സമയം വേണം എന്നൊന്ന് കാണിച്ചേ. ഫസ്റ്റ് ഹിന്ദി എക്സാം വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് നോക്കാം. ശ്രദ്ധിക്കാം കേട്ടോ. ഒന്നാമത് നമ്മൾ ഇന്ന് പഠിച്ച എന്താണ്? മാവ്ലിനോങ് എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റി പഠിച്ചു. അത് എവിടെയാണുള്ളത്? മനസ്സിൽ പറഞ്ഞു നോക്കിയേ. മേഘാലയയിലാണ് അതുള്ളത്. ഏത് വർഷത്തിലാണ് മാവ്ലിനോങ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് വൃത്തിയുള്ള ഗ്രാമമായി മാറിയത്? സാറിന് ഓർമ്മയുണ്ടോ? ഏത് വർഷത്തിലാണ് മാവ്ലിനോങ് ബെസ്റ്റ്? യെസ്, വെരി നൈസ്. കണ്ടിട്ട് പറഞ്ഞല്ലേ? ഇല്ല, ഓർമ്മയുണ്ടായിരുന്നു. ഓക്കെ, ചുമ്മാ. ഓക്കെ, സോ 2003 മാവ്ലിനോങ്ങിനെ ബെസ്റ്റ് ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ട് നമ്മളെ തെരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞ് വരുമ്പോൾ ആ ഗ്രാമത്തിലെ ആൾക്കാരുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. അവിടുത്തെ എല്ലാവരും, ചെറിയ കുട്ടികൾ തുടങ്ങി ഏറ്റവും വയസ്സായ ആളുകൾ എന്ത് ചെയ്യും? അവിടെ വൃത്തിയാക്കും. അത് അവരെ പഠിപ്പിച്ച കാര്യമാണ്. ചെറുപ്പം തുടങ്ങി അവരെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. എന്തൊക്കെ സംഭവിച്ചാലും അവർ നടന്നു പോകുന്ന സമയത്ത് വഴിയിലൊരു വേസ്റ്റ് കണ്ടാൽ അപ്പം തന്നെ അവർ എന്ത് ചെയ്തെടുക്കുന്നു? ഡസ്റ്റ്ബിനിലിടുന്നു. അത്രയും വൃത്തിയായിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ. ഇവിടെ മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്തോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. ഇവിടെ മാർക്ക് ചെയ്തോളൂ. എല്ലാവരും ഇവിടെ മാർക്ക് ചെയ്തേ. കമോൺ, എല്ലാവരും ഇത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ഞാനൊന്ന് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, പഠിക്കാട്ടോ ഇരുന്ന്. മീനിങ്സ് ഞാൻ പറയുന്നില്ല ഏതാണെന്ന്. അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് തന്നിട്ട് ഈ ഫോട്ടോസ് ആരൊക്കെയാണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവുമുണ്ട്. അത് ഞാൻ പറയില്ല. അത് നിങ്ങളാണ്. ഒരു ആക്ടിവിറ്റി ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. 3 ഫോട്ടോസ് തന്നിട്ട് ഈ 3 ഫോട്ടോസ് ആരൊക്കെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്. മീനിങ്സ് ഒരു 5 മീനിങ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിളാണ്. ഞാൻ ഇംഗ്ലീഷ് മീനിങ്സ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്ത് കറക്റ്റായിട്ട് എഴുതിയാൽ മതി. ആൻഡ് ഏറ്റവും അവസാനത്തിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. എല്ലാവരും അതൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആണൊന്ന് റിവൈസ് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത്. കമോൺ എല്ലാവരും ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുക. പഠിക്കുക. പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കുട്ടികളെ ഞാനിപ്പോൾ വിളിക്കും. അവർ വെയിറ്റ് ചെയ്യണം കേട്ടോ ക്ലാസ് കഴിഞ്ഞിട്ടും. ബാക്കി നിങ്ങൾ അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ സർ.